ആ സാർ ഇല്ല അല്ല അങ്ങനെ വലിയ പ്രശ്നമാക്കണ്ട സാർ അത് ആ അല്ല കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അല്ലല്ല അങ്ങനെ ഉപദ്രവിച്ചൊന്നുമില്ല അല്ല വെറുതെ ഇനി ഇതിൻ്റെ പുറകെ കിടക്കണം മയ്യ ആ അല്ലല്ല അങ്ങനെയല്ല അത് വെറുതെ എന്തിന് നമ്മൾ അല്ല അങ്ങനെ അവർ വലിയ ഇതൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം സാർ അത് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അല്ല അവർ അത്രയും ഉറപ്പിച്ച് പറയില്ലല്ലോ ഇല്ലല്ല ബില്ല് കാണിച്ചൊന്നുമില്ല ആ പക്ഷെ അതിന് മുമ്പ് ചെറിയ ഇതൊക്കെ ആയിട്ടിങ് വന്നു ആ കുഴപ്പമില്ല സാർ എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം അതിനുശേഷം മതി എന്തെങ്കിലും ശരി ആയിക്കോട്ടെ ശരി ശരി സാറോട് കേസ് കൊടുക്കാൻ കാണാൻ നമ്മൾ ജോലി സംബന്ധമായി നിൽക്കുന്ന സമയത്താണല്ലോ വേണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ ഞാൻ വേണ്ടെന്ന് സത്യശീലനാ നീ ഏതെങ്കിലും ഒരു ചില്ലുകൂടിന്റെ ഉള്ളിൽ പോയിരിക്കും നല്ല പിരിവും കിട്ടും ഏട്ടന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് നീ എന്തിനാ അവര് പിടിച്ച് തള്ളിയത് അത് ഫീസ് വലിച്ചൂരിയതിന് നിന്റെ ജോലിയല്ലേ അത് ഫീസ് പറയണത് പൈസ അടയ്ക്കാത്തവരുടെ അടി അത് തന്നെ അതിപ്പോ സംഭവിച്ചാൽ അവർ വയസ്സായ ഒരാള് പിന്നെ ഒരു പയ്യനും നമ്മൾ അതിൻ്റെ കിടന്ന് അടി കൂടിയിട്ട് പറഞ്ഞത് അവിടെ പോയി എന്തെങ്കിലും ചെയ്യാന്ന് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്തായാലും കേസ് കൊടുക്കാം ഇവിടെ പെണ്ണ ഇതിന്റെ പുറകെ കിടക്കണം ഇതിന് മാത്രം എല്ലാ ദിവസം പുറകെ കിടക്കണോ അതിന് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല ഇനി കേസ് വന്നാൽ സർക്കാർ ബാധിച്ചോളും നമ്മൾ അതിന്റെ പുറകെ കിടക്കണ്ടായിരുന്നു പിന്നെ എന്താ കുഴപ്പം പിന്നെ ഇത് തലവേദനയാണ്ടി നമ്മൾ വെറുതെ ആവശ്യമില്ല പിന്നെ ഈ ഉറപ്പായിട്ടും നമ്മളിത് മുമ്പോട്ട് പോകണമെങ്കിൽ അവർ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റും ഒരാളെങ്കിലും പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ ഓ ഇനിയിപ്പോ പ്രതികരിക്കാൻ നമ്മൾ ഇവ എവിടെ പോയിട്ട് വരണത് സീരിയസ് ആകട്ടോ നാണം ഉണ്ടോടാ നാണം നാണം എന്താ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇരികളേ നീ എന്നെ ഇരുത്തണ്ട കഷ്ടം എടാ എന്റെ സർക്കാർ ചോദിച്ചു എന്നെ വിളിച്ച് സാറിപ്പ് വിളിച്ച് ചോദിച്ചേ ഉള്ളു കേസ് കൊടുക്കണോ ഞാൻ പറഞ്ഞു വേണ്ടത് അല്ലേടി ഇനി കേസും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട കൊടുക്കേണ്ടത് കൊടുത്ത് ഊരേണ്ടത് ഊരിയിട്ടുണ്ട് എന്തുവാ നിന്നെ ചുരണ്ടിയില്ലേ നിന്റെ ചുരണ്ടിയെ വേഷം ഇന്ന് കൊടുത്തിട്ടുണ്ട് ഞാനും അൻസാറും നടരാജനും കൂടെ എന്തിനാ ഞാൻ ഇപ്പൊ പോയതേ ഒരു പൊതുപ്രവർത്തകനായിട്ടല്ല നിന്റെ ആളിനായിട്ടാണ് പോയത് ആ ഇരിക്കുന്ന വലിയ മനുഷ്യൻ അവയില്ലാരുടെ മരുമോനായിട്ട് ഇതിന് വല്ല കാര്യം എന്റെ ജോലിയാണിത് ഞാനാണ് ചെയ്യേണ്ടത് എന്റെ അളിയൻ ചെയ്യേണ്ട കാര്യം കുടുംബത്തിലുള്ളവർക്കൊക്കെ ചെയ്യാം ഏട്ടനൊന്നും ചെയ്തില്ലല്ലോ ക്ലീറ്റോ ചേട്ടനെങ്കിലും ചെയ്യാം അളിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ഊരാൻ പറ്റിയ ഊരിയില്ലല്ല പിടികളിയാ കാണും മോളെ അങ്ങനെ വേറൊരാൾക്ക് പോയി അങ്ങനെ ചെയ്തുകൂടത് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥ പോയിട്ട് എന്ത് ചെയ്ത് കിട്ടിയെന്ന് മാറ്റുള്ളൂ വന്ന് തെറ്റാണ് ചെയ്തത് നീ നിയമം ഒന്നും ഇവിടെ പഠിപ്പിക്കണ്ട ഇവിടെ നിയമമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം ഇവിടെ നാണമാണ് ഈ ഇങ്ങനൊരു വലിയ മനുഷ്യന്റെ മോനാണ് നീ എന്ന് പറയാൻ കേട്ടാ പിന്നെ ഇതിപ്പോ ഭയങ്കര പ്രശ്നം ഇത്തിരി പോകുന്ന ഒരു നരുന്ത് പയലിന് അവിടെ ഇടി വാങ്ങിച്ചോണ്ട് വന്നേക്കണ് പക്ഷേ ഇനിയേ ഇവന്റെ പേര് മറക്കൂല ഓരോ ഇടിക്കും കൊടുത്തിട്ടുണ്ട് കനകൻ കനകൻ എന്ന് പേര് പറഞ്ഞ ഇടിച്ചത് ഇനി പേടിയുണ്ടോ മറ്റതെന്താ നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടായി പോയില്ലേ പിന്നെ അല്ലാതെ പക്ഷേ കമ്പളിക്കുട്ടൻ വിചാരിച്ച ഒരു പുല്ലും നടക്കൂല ഇനി അടുത്ത് എന്തോ കുത്തിത്തിരിപ്പിന് വിളിക്കുകയാണ് നന്നായി എടുത്തു വെച്ചോ വെച്ചോളിയാ ഇനി ഉണ്ടല്ലോ നിങ്ങൾ ഓഫീസിൽ ഇത് വാങ്ങിക്കാൻ വരുമ്പോ അവനായിട്ട് അങ്ങോട്ട് വട്ടം കറക്കണം കൊടുക്കരുത് ചുറ്റി ഇങ്ങനെ ഫീസ് കേടാ ഊരേണ്ടടുത്തല്ലേ ഊരിയത് ഇത് ഏത് വീട്ടിൽ നിന്നാ ഊരിയത് നീ പറഞ്ഞില്ലേ എന്തമ്മേ മറ്റേ നഗർ ആ നഗറില് നേരെ വലത്തോട്ട് പോയിട്ട് രണ്ടാമത്തെ വീട് ചിത്ര നഗറില് നാരായണ ചേട്ടൻ വീട്ടുകാരാണ് അളിയത് ഊരിയത് നമ്മൾ ആരാണ് എന്താണെന്ന് ഇവിടെ കുറെ മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ് അനങ്ങി വാടേ കുറെ നേരമായിട്ട് നടക്കുന്ന വീട് എവിടെ വീട് വലത് സൈഡിൽ രണ്ടാമത്തെ വീട് 1 2 ഇവൻ ചെയ്തെന്നറിയാമോ ഞാൻ പോയ വീട്ടിലെല്ലാം പോയത് അതിന് ഓപ്പോസിറ്റ് വേറെ വീടുണ്ട് അവിടെ ഒരു സ്ത്രീയും 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു നരുന്ന് പയ്യനുണ്ട് ആ പയ്യൻ അടിച്ചിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് വന്നേക്കാം ആളെ ഒറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി ദയവ് ചെയ്ത് ഇങ്ങനെ സ്നേഹിക്കരുത് പിടി
എന്താണ് ചേച്ചി?